ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യം. ഫറവോൻ്റെ പുത്രി അവളോട്, നീ പൈതലിനെ കൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തണം, ഞാൻ നിനക്ക് ശമ്പളം തരാം എന്ന് പറഞ്ഞു. സ്ത്രീ പൈതലിനെ എടുത്ത് കൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തി. നീ പൈതലിനെ കൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തണം, ഞാൻ നിനക്ക് ശമ്പളം തരാം. സ്വന്തം കുഞ്ഞിനെ മുല കൊടുത്ത് വളർത്താൻ അമ്മയ്ക്ക് ശമ്പളം രാജകൊട്ടാരത്തിൽ നിന്ന്. എന്തൊരു അത്ഭുതമാണിത്! ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, സ്വന്തം കുഞ്ഞിന് മുലപ്പാൽ കൊടുത്ത് വളർത്താൻ ആ പെറ്റമ്മയ്ക്ക് ശമ്പളം കിട്ടുന്നു. പക്ഷേ കൊടുത്തത് കൊട്ടാരത്തിലെ രാജകുമാരിയാണ്. രാജകുമാരിക്ക് മക്കളില്ല. ഫറോ രാജാവിൻ്റെ രാജകുമാരിക്ക് മക്കളില്ല. മക്കളില്ലാത്ത രാജകുമാരി നീലനദിയിലെ പെരുവെള്ളത്തിൽ അവിടെ ജലതർപ്പണം ചെയ്യാനായി വന്നതാണ്. ആ പൂജാവിധി കൊണ്ട് മക്കളെ കിട്ടുമെന്നാണ് അന്നത്തെ ഒരു ഈജിപ്ഷ്യൻ വിശ്വാസം. നീലനദിയിലെ പെരുവെള്ളത്തിൽ പൂജകൾ നടത്തി, അവിടെ നമസ്കാരങ്ങൾ നടത്തി, അവിടെ പുണ്യകർമ്മങ്ങൾ ചെയ്ത്, അവിടെ ചില പ്രാർത്ഥനകൾ നടത്തി, അങ്ങനെ ആ കർമ്മ പരിപാടികൾ കൊണ്ട് ഒരു ശിശുവിനെ ലഭിക്കും എന്ന് ഒരു പ്രതീക്ഷ. അപ്പോഴാണിതാ ഒരു ഞാങ്ങണപ്പെട്ടി ഇങ്ങനെ ഒഴുകി പോകുന്നു. രാജകുമാരി വേലക്കാരിയെ പറഞ്ഞയച്ചു. ഇതാണ്ട് ആ പോകുന്ന ഒരു പെട്ടിയാണല്ലോ, ഞാങ്ങണ കൊണ്ടുണ്ടാക്കിയ ഒരു പെട്ടി, ഒന്ന് അടുപ്പിച്ചുകൊണ്ട് വരൂ. വേലക്കാരി നീന്തി തുടിച്ച് ചെന്നു. പെട്ടി ഇങ്ങനെ പയ്യെ പിടിച്ചു. പെട്ടി തുഴഞ്ഞുകൊണ്ട് കടവിലേക്ക് വന്നു. കടവിൽ കരയ്ക്ക് വെച്ചു. പെട്ടിയുടെ മൂടി തുറന്നു. ഒരു കുഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുന്നു. 3 മാസം പ്രായമുള്ള ഒരു ഓമന കുഞ്ഞ്, ദിവ്യ സുന്ദരനായൊരു കുഞ്ഞ്, നല്ല ആരോമൽ പൈതൽ, തുടുത്തു ചുമന്ന പൂങ്കവിളുകൾ. അവിടെ രാവിലത്തെ ഇളം സൂര്യൻ്റെ, ബാലസൂര്യൻ്റെ കിരണകന്തളങ്ങളേറ്റ് വെട്ടിത്തിളങ്ങുകയാണ്, പ്രശോഭിക്കുകയാണ്. രാജകുമാരിക്ക് കൗതുകം തോന്നി. നാം വായിക്കുന്ന ഇങ്ങനെയാണ്: കുട്ടി അതാ കരയുന്നു, അവൾക്കതിനോട് അലിവ് തോന്നി, ഇത് എബ്രായരുടെ പൈതങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞു. ഈ കുട്ടി കരയും തോറും കുഞ്ഞിൻ്റെ മുഖം ചുമക്കുന്നു. കൈകാലിട്ടടിച്ച് കരയും തോറും ഈ കുഞ്ഞിൻ്റെ കവിളുകൾ തുടുക്കുന്നു. രാജകുമാരി സൂക്ഷിച്ചു നോക്കി. ഇത് എബ്രായ സ്ത്രീകളുടെ ആരുടെയോ കുഞ്ഞാണല്ലോ. ഈ കുഞ്ഞ് കരയുന്നല്ലോ, പാവം. എന്തായിരിക്കുമോ ഈ കുഞ്ഞിനെ ഇങ്ങനെ ഒഴുക്കി വിട്ടത്? മുലപ്പാൽ കുടിച്ചിട്ട് എത്ര നേരമായിരിക്കും? വിശന്ന് കരയുകയായിരിക്കും. വേഗം ഈ കുഞ്ഞിനെ മുലപ്പാൽ കൊടുക്കണമല്ലോ. രാജകുമാരി അങ്ങനെ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് മനസ്സലിവോടെ നിൽക്കുമ്പോൾ, അപ്പോൾ ഇതാ ഒരു 6 വയസ്സുള്ള പെൺകുട്ടി അടുക്കിലേക്ക് ചെല്ലുന്നു. ആരാണ്? നിങ്ങൾക്ക് മനസ്സിലായി, അത് മിരിയാമാണ്. ഈ കുഞ്ഞിൻ്റെ പെങ്ങളാണ്. മോശയുടെ മൂത്ത സഹോദരി, 6 വയസ്സ് പ്രായം കൂടുതലുള്ള മിരിയാം, വളരെ ഉത്സാഹപ്രസരിപ്പോടെ അവൾ ഓടിച്ചെന്നു. അവളുടെ ചോദ്യം ചോദിക്കുന്നുണ്ട് രാജകുമാരിയോട്, ഈ പൈതലിന് മുല കൊടുക്കേണ്ടതിന് ഞാൻ ഒരു എബ്രായ സ്ത്രീയെ ചെന്ന് വിളിച്ചുകൊണ്ട് വരണമോ? എന്തൊരു ബുദ്ധി! ഈ 6 വയസ്സുകാരി പെങ്കൊച്ചിനുള്ള ബുദ്ധി നോക്കണം. ഈ പൈതലിന് മുല കൊടുത്ത് വളർത്തേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ട് വരണമോ എന്ന് ചോദിച്ചു. മിസ്രയീം കൊട്ടാരത്തിലെ ഫറവോൻ രാജാവിൻ്റെ പുത്രിയുടെ മനസ്സലിവ് കണ്ട്, ഈ കുഞ്ഞ് കരയുന്നല്ലോ എന്നുള്ള ആർദ്രത കണ്ട്, ആ തക്കം നോക്കി മിരിയാം ചോദിക്കുകയാണ്, ഈ കുഞ്ഞിന് ആ മുല കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ ഞാൻ വിളിച്ചുകൊണ്ട് വരട്ടെ എന്ന്. ചെന്ന് കൊണ്ടുവരിക എന്ന് ഫറവോൻ്റെ പുത്രി അവളോട് പറഞ്ഞു. അവൾ ചെന്ന് പൈതലിൻ്റെ അമ്മയെ വിളിച്ചു കൊണ്ടുവന്നു, സ്വന്തം അമ്മയെ തന്നെ. അമ്മയോട് അവൾ രഹസ്യം പറഞ്ഞു കാണും. അമ്മ ആരാണെന്ന് മറ്റേ പറഞ്ഞേക്കല്ലേ, അമ്മ മണ്ടത്തിലൊന്നും പറഞ്ഞേക്കല്ലേ, കുഴപ്പമാകും, അമ്മ മിണ്ടല്ലേ, ആരാണെന്ന് പറയണ്ടേ, കുഞ്ഞിൻ്റെ അമ്മയാണെന്നും പറയണ്ട. തൽക്കാലം ഈ കൊച്ചു കരയുന്ന കണ്ടപ്പോൾ ഫറവോൻ്റെ പുത്രിക്കൊരു അനുകമ്പ തോന്നിയിരിക്കുകയാണ്. 6 വയസ്സേ ഉള്ളുവെങ്കിലും ഈ മിരിയാമിൻ്റെ ബുദ്ധി കൗശലം നോക്കണം, തക്ക സമയത്തുള്ള ബുദ്ധി. പ്രിയപ്പെട്ടവരെ, ദൈവം കരുതുന്ന തൻ്റെ ദാസന് വേണ്ടി
സ്വർഗത്തിലെ ദൈവം എല്ലാം ക്രമീകരിക്കുകയാണ്, എല്ലാം ഒരുക്കുകയാണ്. എന്തൊരു അത്ഭുതം! ഈ എബ്രായ സ്ത്രീ വന്നു, മോശയുടെ അമ്മ വന്നു, ഫറവോൻ്റെ പുത്രി അവളോട്, നീ പൈതലിനെ കൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തണം, ഞാൻ നിനക്ക് ശമ്പളം തരാമെന്ന് പറഞ്ഞു. സ്ത്രീ പൈതലിനെ എടുത്തുകൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തി. ദൈവമക്കളോട് ഈ സമയത്ത് വളരെ ഗൗരവമേറിയൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ വളർന്നു വന്നത് നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നിങ്ങൾ ഇത്രടം എത്തിയത് നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, എൻ്റെ യോഗ്യത കൊണ്ടല്ല, എൻ്റെ കഴിവ് കൊണ്ടല്ല. ഉയരത്തിലെ കണ്ണ് നമ്മെ കണ്ടുകൊണ്ടിരുന്നു, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കണ്ണ് നമ്മെ നോക്കിക്കൊണ്ടിരുന്നു. ഉയരത്തിൽ നിന്ന് ആർദ്രതയുള്ള ദൈവം, നമ്മെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയ ദൈവം, നമ്മെ ഈ ഭൂമിയിൽ തൻ്റെ കൈപ്പണിയായി മെനഞ്ഞാക്കിയ ദൈവം നമുക്ക് വേണ്ടി എല്ലാം ക്രമീകരിച്ചു കൊണ്ടിരുന്നു. സ്നേഹിതരെ, ഒന്നും യാദൃച്ഛികമായിട്ടല്ല നടന്നത്. നിങ്ങൾ പറയും, ദൈവം എൻ്റെ കാര്യം മറന്നു, എൻ്റെ കാര്യം ദൈവം ഓർത്തില്ല, എൻ്റെ അമ്മ എൻ്റെ ചെറുപ്രായത്തിൽ നിന്ന് മരിച്ചു പോയല്ലോ, എൻ്റെ അമ്മ മരിച്ചു പോയിട്ട് ദൈവം എനിക്ക് വേണ്ടി കരുതിയില്ലല്ലോ, എൻ്റെ അപ്പൻ നേരത്തെ മരിച്ചു പോയല്ലോ, ഞാൻ ആരോരുമില്ലാത്തവളായി ജീവിക്കേണ്ടി വന്നല്ലോ, ആരോരുമില്ലാത്തവനായി ഞാൻ ജീവിക്കേണ്ടി വന്നല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വലിയ നിരാശാകരമായ പല കാര്യങ്ങളും ഓർക്കാനുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. പലതരത്തിലുള്ള അപകർഷതാ ബോധങ്ങൾ നിങ്ങളെ വലയം ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരെ പോലെ എനിക്ക് കരുതൽ കിട്ടിയില്ല, മറ്റുള്ളവരെ പോലെ എനിക്ക് വിദ്യാഭ്യാസം കിട്ടിയില്ല, മറ്റുള്ളവരെ പോലെ എനിക്ക് സാഹചര്യങ്ങൾ അനുകൂലമായി കിട്ടിയില്ല, മറ്റുള്ളവരെ പോലെ എനിക്ക് ആരോഗ്യം ലഭിച്ചില്ല, മറ്റുള്ളവരെ പോലെ എനിക്ക് സൗന്ദര്യം കിട്ടിയില്ല, മറ്റുള്ളവരെ പോലെ എനിക്ക് ബുദ്ധി കൗശലം കിട്ടിയില്ല, മറ്റുള്ളവരെ പോലെ എനിക്ക് കഴിവ് കിട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, പലതും നിങ്ങൾക്ക് അങ്ങനെ അപകർഷതാബോധത്തോടെ ചിന്തിക്കാനുള്ള വകകളുണ്ട്. ഓർക്കുക, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കണ്ടുകൊണ്ടിരുന്നു, ദൈവം നിങ്ങളെ അറിഞ്ഞുകൊണ്ടിരുന്നു. ഒന്നും യാദൃച്ഛികമായിട്ടല്ല സംഭവിച്ചത്. ദൈവവേദനയെ നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും യാദൃച്ഛികമല്ല. നിൻ്റെ പ്രിയപ്പെട്ടവർ നേരത്തെ നിന്നെ വിട്ടുപോയി അക്കരയ്ക്ക് പോയത് ഒന്നും യാദൃച്ഛികമല്ല. മകനെ, നിൻ്റെ പ്രിയപ്പെട്ട ഓമനക്കുഞ്ഞ് നഷ്ടപ്പെട്ടത് യാദൃച്ഛികമല്ല. മകനെ, നിൻ്റെ ബിസിനസ് തകർന്നത് യാദൃച്ഛികമല്ല. മകനെ, നിൻ്റെ ജീവിതത്തിൽ ചില കേടുകളും കെടുതികളും കഷ്ടങ്ങളും നഷ്ടങ്ങളും വന്നത് യാദൃച്ഛികമല്ല. സഹോദരി, നിൻ്റെ ജീവിതത്തിൽ ചില ദുരിതങ്ങൾ നേരിട്ടത് യാദൃച്ഛികമല്ല. ഇന്ന് നീ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നത്, യാതനാഭരിതമായ ജീവിതം നീ നയിക്കുന്നത് ഒന്നും യാദൃച്ഛികമല്ല. എല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്, എല്ലാറ്റിനും പരിഹാരം കാണുന്നൊരു ദൈവമുണ്ട്, എല്ലാം മാറ്റിത്തരുന്നൊരു ദൈവമുണ്ട്. നിനക്കിനിയും ആനന്ദകരമായ നല്ല കാലങ്ങൾ തരാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ശോഭനമായ വസന്തകാലങ്ങൾ നിൻ്റെ ജീവിതത്തിൽ വിരിയിച്ചു തരുവാൻ കഴിവുള്ള ഒരു നല്ല ദൈവമുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ. നാഥാ, എൻ്റെ ജീവിതത്തിൽ നിൻ്റെ കരം വെക്കണമേ, എന്നിൽ നിൻ്റെ പ്രവൃത്തി തുടരണമേ, എന്നെ ഇത്രത്തോളം നടത്തിയ ദൈവമേ, പൂർണ്ണതയിലേക്ക് എന്നെ എത്തിക്കണമേ, നിത്യ സൗഭാഗ്യ തീരങ്ങളിലേക്ക് എന്നെ എത്തിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. ഇത്രത്തോളം നിങ്ങളെ നടത്തിയ ദൈവം, ഇത്രത്തോളം നിങ്ങളെ സഹായിച്ച ദൈവം, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് ഏബനേസർ എന്ന് പേരിട്ടു. ഏബനേസർ, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു, ഇത്രത്തോളം നിങ്ങൾ നടത്തിയ ദൈവം ഇനിയും നിങ്ങൾ നടത്താൻ ശക്തനാണ്. നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങളെ വീഴാതെ കാത്തവൻ, നിങ്ങളെ അപകടത്തിൽപ്പെടാതെ സൂക്ഷിച്ചവൻ, അനർത്ഥത്തിൽ നിങ്ങളെ കരയേറ്റിയവൻ, അത്യാഹിതങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ കരത്തിൽ പിടിച്ച് നിങ്ങളെ താങ്ങിയവൻ, അവൻ ഇന്നും നിങ്ങളുടെ അരികത്തുണ്ട്. മകനെ, നിങ്ങൾ ഭയപ്പെടേണ്ട, മകളെ, നിങ്ങൾ ഭയപ്പെടേണ്ട. ജീവിതത്തിൻ്റെ യാതനകളും ദുരിതങ്ങളും വേദനകളുമായി നിങ്ങൾ ഏറ്റുമുട്ടി തകരുമ്പോൾ, ഇൻഫീരിയോറിറ്റി ഫീലിംഗ്, അപകർഷതാ ബോധം കൊണ്ട് നിങ്ങൾ വാടിത്തകരുമ്പോൾ, എൻ്റെ ദൈവമേ, എന്നെ നീ എന്തിനിങ്ങനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് മോനെ നീ പരിഭവിക്കല്ലേ, നീ പരാതി പറയല്ലേ. മോളെ, നീ എങ്കിലും ദൈവമേ നീ എനിക്ക് ഇതല്ലേ തന്നത് എന്ന് പറഞ്ഞ് ദൈവത്തോട് പരിഭവിക്കല്ലേ. നീ വിശ്വസിക്കൂ. നിനക്ക് വേണ്ടി ഏറ്റവും നല്ലത് കരുതുന്ന ഒരു ദൈവമുണ്ട്, ഏറ്റവും ശ്രേഷ്ഠമായത് കരുതുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നീ കാണൂ. ആ ദൈവം ഇതാ നിൻ്റെ അരികത്ത് വന്നിട്ടുണ്ട്. അവനോട് നീ വാക്ക് പറയൂ. നാഥാ, നീയാണ് എന്നെ ഇത്രയും എത്തിച്ചത്, ഇവിടം വരെ ഇവനെ കൊണ്ടുവന്നത് നീയാണ്, ഇനിയും അന്ത്യം വരെ കൊണ്ടുപോകാൻ നീ ശക്തനാണ്. എന്നെ നീ വിളിച്ചിറക്കി ഇവിടം വരെയും എത്തിച്ചു, ഇനിയും എൻ്റെ ജീവിതം പൂർത്തീകരിപ്പാൻ നീ ശക്തനാണ്. ഞാൻ വിശ്വസിക്കുന്നു. നിൻ്റെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് എൻ്റെ ഈ നിസ്സാരമായ ജീവിതം ഞാനിതാ ഏൽപ്പിച്ചു തരുന്നു. എന്നെ നീ ഒന്ന് പിടിച്ചുകൊള്ളണമേ, എന്നെ നീ ഒന്ന് അയച്ചു കൊള്ളണമേ. മോശ കൊട്ടാരത്തിൽ വളർന്നു, മിസ്രയീം കൊട്ടാരത്തിൽ വളർന്നു. ഇടയ്ക്ക് ഈ അമ്മ മോനെ ഒന്ന് കാണുമായിരിക്കുമല്ലേ? കാണുമായിരിക്കണം. പെങ്ങള് കൊട്ടാരത്തിൻ്റെ വെളിയിൽ നിന്ന് എങ്ങി നോക്കി കാണുമായിരിക്കണം. പണ്ടത്തെ പോലെ സ്വാതന്ത്ര്യമില്ല. ഫറവോ രാജാവിൻ്റെ അരുമ വൈദ്യരായി വളർന്നു വരികയല്ലേ, രാജകുമാരനായി വളർന്നു വരികയല്ലേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 40 വർഷം കൊട്ടാരത്തിൽ വളർന്നു.
എന്നാൽ ഒരു ദിവസം വലിയൊരു പേടി. നാം അങ്ങനെയാണ് വായിക്കുന്നത്. ഒരു ദിവസം വലിയൊരു പേടി. പേടി എന്താണ്? 15-ാം വാക്യം. ഫറവോൻ ഈ കാര്യം കേട്ടാറെ മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു. മോശ ഫറവോൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് നിന്ന് പാർത്തു. മോശ തൻ്റെ വംശത്തിൽപ്പെട്ട എബ്രായ ജാതിയിൽപ്പെട്ട ഒരുവൻ അനീതി ഏൽക്കുന്നത് കണ്ട് അവന് തുണ നിന്ന് അവനെ ഉപദ്രവിക്കുന്നവനെ അടിച്ചു കൊന്നു. പ്രിയപ്പെട്ടവരെ, വലിയ ക്രൂരകൃത്യമാണ് ചെയ്തത്. ഒരു മിസ്രയീമിനെ അടിച്ചു കൊന്നു. ഇസ്രായേൽക്കാരൻ അനീതിയേറ്റ് വലയുന്നത് കണ്ട്, മിസ്രയീമിൻ്റെ ക്രൂരമായ ഉപദ്രവമേറ്റ് വിഷമിക്കുന്നത് കണ്ട് മോശയ്ക്ക് സഹതാപം തോന്നി. ആ മിസ്രയീമിനെ അടിച്ചു കൊന്നു. ഫറവോ രാജാവ് അത് കേട്ടു. ഫറവോൻ ഈ കാര്യം കേട്ടാർ മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യം. മോശ ഫറവോൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി. പ്രിയപ്പെട്ടവരെ, എത്ര പെട്ടെന്നാണ് അന്തരീക്ഷം മാറുന്നത്. കൊട്ടാരത്തിലെ അടുത്ത കിരീടാവകാശിയായി വാഴുന്ന രാജകുമാരൻ ഇതാ ഓടുകയാണ്, രക്ഷപ്പെടാൻ ഓടുകയാണ്, ഭയപ്പെട്ട് ഓടുകയാണ്. ഭയം, മരണഭീതി, ജീവനെക്കുറിച്ചുള്ള ഭയം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെല്ലാം ഭയമാണ് ഇന്ന് അലട്ടുന്നത്? മരണഭീതി നിങ്ങളെ അലട്ടുന്നുണ്ടോ? എനിക്ക് ഏതോ മാരകമായ രോഗമാണെന്ന് തോന്നുന്നല്ലോ, അയ്യോ മരണം അരിച്ചരിച്ച് വരുന്നത് പോലെ തോന്നുന്നല്ലോ, അങ്ങനെ നിങ്ങൾക്ക് ഭയപ്പാട് വരുന്നുണ്ടോ? ആരോ എന്നെ പിടികൂടാൻ വരുന്നുണ്ടല്ലോ, എന്നെ ഉപദ്രവിക്കാൻ ആരോ പിന്നാലെ വരുന്നുണ്ടല്ലോ, ആരോ എനിക്ക് എന്തോ കണികൾ ചെയ്തിട്ടുണ്ടല്ലോ, ആരോ എനിക്ക് എന്തോ ദോഷം ചെയ്തിട്ടുണ്ടല്ലോ, ആരോ എന്നെ നശിപ്പിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇമാതിരി പേടികൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എനിക്കെതിരെ ആരോ എന്തോ മന്ത്രവാദ പ്രയോഗങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, ആരോ എന്തോ കൈവിഷം പ്രയോഗിച്ചിട്ടുണ്ടല്ലോ, എനിക്കെതിരെ ആരോ എന്തോ പൂജകളോ മന്ത്രവിധികളോ ചെയ്തിട്ടുണ്ടല്ലോ. പേടിച്ച് കഴിയുന്നവരാരെല്ലാം ഉണ്ട്. ദൈവവൈതലേ, ഒന്നും പേടിക്കേണ്ട. ഒരു മന്ത്രവിദ്യയെയും നീ പേടിക്കേണ്ട, ഒരു മന്ത്രവാദ ദോഷത്തെയും നീ പേടിക്കേണ്ട, ഒരു കൈവിഷ ഭയത്തെയും നിന്നെ അലട്ടുവാൻ നീ സമ്മതിക്കേണ്ട. ഓർക്കൂ, ഏതൊരു കൈവിഷത്തെയും ഏതൊരു മന്ത്രവിദ്യയെയും ഏതൊരു പൈശാചിക ശക്തിയെയും അമർച്ച വരുത്തുവാനും ഇല്ലായ്മ ചെയ്യുവാനും തല തകർക്കുവാനും കഴിവുള്ളവനായി ഗോകുൽത്തായിൽ മരിച്ച കർത്താവായ യേശു ക്രിസ്തു ഇന്നും മകനെ നിനക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഈ നിത്യരക്ഷകനായ ക്രിസ്തു നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരു മന്ത്രവാദവും നിന്നോട് ഭരിക്കുകയില്ല, ഒരു ആഭിചാര പ്രയോഗവും നിന്നെ ഏശുകയില്ല, ഒരു ലക്ഷണവിദ്യയും നിന്നെ ഏൽക്കുകയില്ല. പ്രിയപ്പെട്ടവനെ, ഒരു മന്ത്രവിദ്യയും നിന്നോട് എടുക്കുകയില്ല, ഒരു കൂടോത്രവും ഒരു ക്ഷുദ്രപ്രയോഗവും നിന്റെ അഞ്ചയൽവക്കത്ത് വരികയില്ല. ആരെന്ത് ദോഷം ചെയ്താലും എന്തെല്ലാം മന്ത്രവിദ്യ പൂജകൾ നിർവഹിച്ചാലും പാതാള വേതാള കേളികൾ നിന്നെ അലട്ടുവാൻ വന്നാലും ഒന്നും നിന്നെ തൊടുകയില്ല, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. അവൻ നിനക്ക് കോട്ടയും നിനക്ക് പരിചയം നിനക്ക് പലകയുമായിരിക്കും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവം എൻ്റെ പാറയാണ്, അവൻ്റെ കോട്ടയാണ്, അവൻ്റെ രക്ഷകനാണ്, അവൻ്റെ ദുർഗമാണ്, അവൻ്റെ ശരണമാണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ദൈവം എൻ്റെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. God is my refuge and strength. He is the very present help in the time of trouble. എനിക്ക് കഷ്ടത വരുമ്പോൾ, എനിക്ക് പ്രയാസം വരുമ്പോൾ അവൻ ഏറ്റവും അടുത്ത തുണയായി എന്നോടുകൂടെ ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. സ്തോത്രം. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതിൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യേയുണ്ട്, അത് കുലുങ്ങുകയില്ല. ദൈവം അധികാലത്ത് തന്നെ എന്നെ സഹായിക്കും. ജാതികൾ ക്രുദ്ധിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി, അവൻ തന്നെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മോടുകൂടെയുണ്ട്. യാക്കോബിന് ദൈവം നമ്മുടെ ശരണമാകുന്നു, നമ്മുടെ ദുർഗമാകുന്നു. സഹോദരങ്ങളെ, എന്താണ് കാരണം? ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറപ്പ്. എങ്ങനെയാണ് ഉറപ്പ് കിട്ടുക? വേണമല്ലോ. നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നി ആ ഉറപ്പ് എനിക്ക് വേണമല്ലോ. മോനെ, നീ പേടിക്കണ്ട, ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് കിട്ടാൻ ഒരു പോംവഴിയേ ഉള്ളൂ. നീ മനസ്സറിഞ്ഞ് ഒരു പാപവും വരികയിലും തീരുമാനിച്ചാൽ മാത്രം മതി. വന്നതോ എൻ്റെ കർത്താവിൻ്റെ തിരുരക്തത്താൽ കഴുകിത്തരും. എന്തെല്ലാം വന്നോ, നീ ഒന്നും പേടിക്കണ്ട. ഏതെല്ലാം കെടുതികൾ നിനക്ക് സംഭവിച്ചോ, ഏതെല്ലാം അനർത്ഥങ്ങളിൽ ചെന്ന് വീണോ, ഏതെല്ലാം ചെളിക്കുണ്ടിൽ ചെന്ന് മുഴുകി അഴുക്കിൽ കിടന്നോ, ദൈവവൈതലേ, എന്തെല്ലാം ഘോര കൃത്യങ്ങൾ നീ ചെയ്തോ, ഏതെല്ലാം വൃത്തികേടുകൾക്ക് നീ കൂട്ടാളിയായോ,
പേടിക്കണ്ട, എല്ലാം കഴുകിത്തരാൻ പുണ്യാഹ രക്തമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എല്ലാം കഴുകിത്തരുന്ന യേശുക്രിസ്തുവിൻ്റെ ചങ്കിലെ ചോരയുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ പ്രിയരെ, കുറ്റമറ്റ രക്തം, പുണ്യാഹ രക്തം നസ്രായനായ യേശു ചിന്തിയിട്ടുണ്ട്. നിങ്ങളുടെ സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം ഇതുവരെ വന്നതെല്ലാം ക്ഷമിക്കും, കഴുകും. എന്നാൽ മകനെ, നീ വ്യക്തമായൊരു തീരുമാനമെടുക്കണം. മനസ്സറിഞ്ഞ് നാഥായി നിമിഷം മുതൽ ഒരു പാപത്തിൻ്റെ അണുപോലും എന്നിൽ ഉണ്ടാവുകയില്ല എന്ന് നീ തീരുമാനിക്കുമെങ്കിൽ നിന്റെ ഭയപ്പാടെല്ലാം മാറിപ്പോകും, സകല ഭയവും വിട്ടുപോകും. എന്തുകൊണ്ട്? യഹോവ എൻ്റെ ശരണമായിരിക്കും, യഹോവ എൻ്റെ ദുർഗമായിരിക്കും. ഭാവിയെക്കുറിച്ചുള്ള ആങ്സൈറ്റീസ് മാറിപ്പോകും, നാളെയെക്കുറിച്ചുള്ള ആശങ്കകൾ അകന്നു പോകും, ഭർത്താവിനെക്കുറിച്ചുള്ള പേടികൾ മാറിപ്പോകും, ഭാര്യയെക്കുറിച്ചുള്ളതായ ഭാരങ്ങൾ മാറിപ്പോകും, മക്കളെക്കുറിച്ചുള്ള ആവലാതികൾ മാറിപ്പോകും, പണസംബന്ധമായ ഞെരുക്കങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അങ്കലാപ്പുകൾ മാറിപ്പോകും, കടബാധ്യതയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംഭീതികൾ മാറിപ്പോകും. എല്ലാം മാറി നിങ്ങളുടെ ഹൃദയം സ്വച്ഛസുന്ദരമായി തീരും, സ്വതന്ത്രമായി തീരും. ദൈവത്തിന് സ്തോത്രം. 27-ാം സങ്കീർത്തനത്തിലല്ലേ സങ്കീർത്തനക്കാരൻ പാടുന്നത്? യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. എന്തൊരു ധൈര്യമാണ് സങ്കീർത്തനക്കാരന്. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? ഞാൻ ആരെ പേടിക്കും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. 27-ാം സങ്കീർത്തനം. ഒരു സൈന്യം എൻ്റെ നേരെ വളയിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. എന്താ കാര്യം? ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ നിൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷ യാഗങ്ങൾ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവേ, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ മുഖം അന്വേഷിപ്പിന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു. നിൻ്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ, അടിയനെ കോപത്തോട് നീക്കിക്കളയരുതേ. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. സ്തോത്രം. എന്താണ് ഈ ധൈര്യം? എങ്ങനെയാണ് ധൈര്യം കിട്ടുക? എനിക്കൊരു ലക്ഷ്യമേ ഉള്ളൂ. ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേറെ ലക്ഷ്യമില്ല. എന്താണ് ലക്ഷ്യം? യഹോവയുടെ മനോഹരത്വം കാണണം, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം. എൻ്റെ ആയുഷ്കാലമൊക്കെയും എനിക്ക് യഹോവയുടെ ആലയത്തിൽ പാർക്കണം. അപ്പോൾ അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷ യാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. വെയിറ്റ് ഫോർ ദ ലോർഡ്. ദൈവത്തിനായി കാത്തിരിക്കുക. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്നേഹിതരെ, നിങ്ങൾക്ക് ഈ നിർഭയത്വം വേണമോ? ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഭയപ്പാട് മാറ്റുന്നതാണ് ദൈവസ്നേഹം. ക്രിസ്തു നിങ്ങളുടെ അകത്ത് വരണം. പ്രിയപ്പെട്ടവരെ, പാപം മാറിയാൽ മാത്രം മതി. പാപത്തോട് നിങ്ങൾ മനസ്സോടെ യാത്ര പറഞ്ഞാൽ മാത്രം മതി. ഒരു പുതിയ ജീവിതം നിങ്ങൾ തുടങ്ങിയാൽ മാത്രം മതി. ഒരു ശക്തിയെയും പേടിക്കേണ്ട, ഒന്നിനെയും ഭയപ്പെടേണ്ട. എല്ലായിടത്തും ഏറ്റവും നല്ലത് നിങ്ങൾക്ക് തന്ന ദൈവം നിങ്ങളെ നടത്താൻ തുടങ്ങും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി കർത്താവ് ഏറ്റെടുക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ മക്കളുടെ കാര്യം കർത്താവിൻ്റെ കരങ്ങളിലാകും. അവരുടെ ആവലാതി കർത്താവ് ഏറ്റെടുക്കും. അവരുടെ ഭാവി കർത്താവ് ഏറ്റെടുക്കും. അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ കർത്താവ് ഏറ്റെടുക്കും. നിങ്ങളുടെ കൂട്ടായ്മയുടെ കാര്യം കർത്താവ് ഏറ്റെടുക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടും. നിങ്ങളുടെ വീടിൻ്റെ കാര്യം കർത്താവ് ഏറ്റെടുക്കും. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ വിവാഹത്തിൻ്റെ കാര്യം കർത്താവ് ഏറ്റെടുക്കും. നിങ്ങൾക്കൊരു കുഞ്ഞിനെ വേണമോ? അത് കർത്താവ് ഏറ്റെടുക്കും. ദൈവത്തിന് സ്തോത്രം. അടഞ്ഞ ഗർഭപാത്രം തുറക്കണമോ? അത് കർത്താവ് ഏറ്റെടുക്കും. ദൈവത്തിന് സ്തോത്രം. മകനെ, നിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകണമോ? അത് കർത്താവ് ഏറ്റെടുക്കും. മകളെ, നിൻ്റെ കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും സ്വൈര്യവും വരണമോ? അത് കർത്താവ് ഏറ്റെടുക്കും. എല്ലാം ഏറ്റെടുക്കും. അത്യുന്നതനായ ദൈവത്തെ
ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. എല്ലാം നിർവഹിക്കാനൊരു ദൈവമുണ്ട്, എല്ലാം കാക്കുവാനൊരു ദൈവമുണ്ട്, എല്ലാം നിർണയിപ്പാനൊരു ദൈവമുണ്ട്, എല്ലാം നിയന്ത്രിപ്പാനൊരു ദൈവമുണ്ട്. മകനെ, ആ ജീവനുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് താണു കൊടുക്കാമോ? ആ കരമിതാ നിൻ്റെ തലയ്ക്ക് മീതെ നിവൃത്തിയിരിക്കുകയാണ്. ദൈവ പൈതലേ, ആ കരമുണ്ടല്ലോ, ആ കരം നിൻ്റെ തലയ്ക്ക് മീതെ നിവൃത്തിയിരിക്കുകയാണ്. നിൻ്റെ ശിരസിൽ വയ്ക്കാൻ ആ കരം നിൻ്റെ തലയ്ക്ക് മീതെ നിവൃത്തിയിട്ടുണ്ട്. ആ കരത്തിൽ നിന്ന് ഇതാ തിരുരക്തം തുള്ളി തുള്ളിയായി ഒഴുകുന്നുണ്ട്. അത് നിൻ്റെ ശിരസിൽ വന്ന് പതിയുന്നുണ്ട്. ഒന്ന് നീ പറഞ്ഞാൽ മതി, നാഥാ, ഇന്ന് വരെ എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിച്ചു. എനിക്ക് തോന്നിയതുപോലെ ജീവിച്ച കാലത്തെല്ലാം പിശാചിൻ്റെ ഹിതപ്രകാരം ഞാൻ ജീവിച്ചു പോയി. എന്നാൽ നാഥ, ഞാൻ മനസ്സോടെ സാത്താനോട് യാത്ര പറയുന്നു. ഞാൻ സ്വന്തം ഇഷ്ടത്തോടെ, സ്വന്തം ഇച്ഛാശക്തിയോടെ, പൈശാചിക ശക്തിയോടെ ഞാനിതാ യാത്ര പറയുന്നു. ഞാൻ ഇന്നു മുതൽ ഒരു പുതിയ സൃഷ്ടിയായി പാപവേശാതെ ജീവിക്കുമെന്ന് തിരുവൻപാവ് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. മരണത്തോളം ഒരു വിശുദ്ധനായി, ഒരു ശുദ്ധിവതിയായി ഞാൻ ജീവിക്കുമെന്ന് രക്ഷക നിന്നോട് ഞാൻ വാക്ക് പറയുന്നു. ഇപ്പോൾ നിന്റെ കരുണയുടെ കരം എൻ്റെ മേലൊന്ന് വെക്കണമേ. നിന്റെ ആണിപ്പാടുള്ള കരം എൻ്റെ ശിരസിലൊന്ന് വെക്കണമേ. എന്നെ നീ ഒന്ന് തലോടണമേ, എന്നെ നീ ഒന്ന് തഴുകണമേ, എൻ്റെ കണ്ണുനീര് നീ ഒന്ന് തുടയ്ക്കണമേ, എൻ്റെ ഭാരങ്ങൾ നീ ഒന്ന് അകറ്റണമേ, എൻ്റെ ഭയപ്പാടുകൾ നീ ഒന്ന് നീക്കണമേ. എൻ്റെ മേൽ നിന്റെ തിരുരക്തം തളിക്കണമേ. തിരുരക്തത്തിന് അത്ഭുത ശക്തിയാൽ നീ എന്നെ എഴുന്നേൽപ്പിക്കണമേ. എൻ്റെ മേൽ നിന്റെ തിരുകൃപ പകർന്ന് എന്നെ ശക്തീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ കഴുകണമേ, എന്നെ വെടിപ്പാക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, ജീവനുള്ള ദൈവമേ, ഈ അതിമനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള കർത്താവേ, ഈ വചനം കേട്ട എല്ലാവരെയും എൻ്റെ നാഥൻ്റെ ആണിപ്പാടുള്ള കരം വെച്ച് തലോടണമേ കർത്താവേ. ആശീർവദിക്കണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ കർത്താവേ, സമാധാനം നൽകണമേ കർത്താവേ, കുടുംബശാന്തി ഏകണമേ കർത്താവേ, രോഗസൗഖ്യം പകരണമേ കർത്താവേ, ആന്തരിക വിശുദ്ധി നൽകണമേ കർത്താവേ, ബന്ധനങ്ങൾ അഴിക്കണമേ കർത്താവേ, ശാപങ്ങളും ദോഷങ്ങളും മാറ്റണമേ കർത്താവേ, കുടുംബ സമാധാനം നൽകണമേ എൻ്റെ കർത്താവേ. സാത്താന്യ ബാധകൾ, ഭൂതബാധകൾ അകറ്റണമേ കർത്താവേ. തലമുറകളായി കുടുംബത്തിന്മേൽ പകർന്നു വന്ന സകല ശാപങ്ങളും മാറ്റി ഈ നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ വചനം കേട്ട എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താലുള്ള പാപവിമോചനവും ആന്തരിക ശാന്തിയും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ.